ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു നിബന്ധന ഉണ്ട്. നിബന്ധന പുതിയതാ? സ്റ്റാൻഡേർഡ് വേണ്ട. ഇന്നലെ നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ടേ ഇന്നത്തെ കിഴി എന്തെങ്ങനെ എത്ര ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിപ്പോയല്ലോ എന്നൊക്കെ. ഭയങ്കരമാണല്ലോ. എന്നാ വന്ന് നിന്നെ ശരിക്കും മൂക്കിയതാ. അതല്ല, സ്റ്റാൻഡേർഡ് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാ അതിന്റെ അർത്ഥം. നന്നായാലും പ്രശ്നം. ഒരിക്കലും നന്നാവാൻ പാടില്ല. അങ്ങനെ അളിഞ്ഞോണ്ടിരിക്കണം. അതാണ് അതിന്റെ സത്യം. ഫസ്റ്റ് വൺ ഊളാറ്റു. അതേതാ? അത് നന്നായി. അതായത് ഊളാറ്റു രണ്ട് ഊളകൾ അത് തന്നെയായിരിക്കും. വെറുതെ ചുമ്മാ ഒരു രസത്തിന് നിനക്ക് ആദ്യം തന്നെ നീ എന്താണെന്നുള്ളത് നിനക്കൊന്ന് വ്യക്തമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നത് ആദ്യം തന്നെ. ഇതൊരു ലെറ്ററിലിട്ടിട്ട് പോസ്റ്റ് ചെയ്താൽ പോരായിരുന്നു. പോസ്റ്റ് വഴി അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ പോരായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ എല്ലാരും നാട്ടുകാരെ കാണിച്ചിട്ട് വിളിക്കുമ്പോൾ സുഖം കിട്ടൂലല്ലോ നിന്നെ ഒറ്റയ്ക്ക് വിളിക്കുമ്പോ. അതാണ്. പക്ഷെ ഓനും കൂടി കൂട്ടാൻ അത് ഞാൻ എന്തായാലും ചെയ്യും. ഊളാറ്റു സ്റ്റാൻഡേർഡ് വിട്ടിട്ടുള്ള കളികളൊന്നുമില്ല നമ്മൾ. സംഭവം ഒടേലാറ്റു വേണം. ഒടേലാറ്റു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് വരുന്നുണ്ട് 8-ാം തീയതി. സ്വന്തം മുത്തിന്റെ ആണല്ലോ വരുന്നത്. എന്റെ തമന്നക്കുട്ടിയുടെ സിനിമയാണ്. പക്ഷെ സ്വാമിനി ആയിട്ടാ പോസ്റ്ററില്. അതിനെന്താ സ്വാമിന്റെ തമന്ന ആവാതെ പോകും? എനിക്ക് തോന്നുന്നു ആ മാർഗത്തിലേക്കാണ് പോകുന്നത് തോന്നുന്നു. അതിനെന്താ ഒഫീഷ്യലായിട്ടും. അതങ്ങനെയാണ്. അത് ഈ വൃത്തികെട്ട കുറെ തെണ്ടികളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ് പിന്നെ നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാൻ തോന്നും. തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് പറയാനും വേണ്ട. പല കാര്യങ്ങളും ഒഴിവാക്കിയത് പോലും ഈ വൃത്തിയുടെ സ്വഭാവങ്ങൾ കണ്ടിട്ടാണ്. ഏപ്രിൽ 8-നാണ് ഇതിന്റെ ട്രെയിലർ ലോഞ്ച് വരുന്നത്. യെസ്. ടൈം 3 PM മുംബൈയിൽ വെച്ചിട്ടാണ്. ഓക്കെ. സമ്പത്ത് നന്ദിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. തമന്നേനെ കണ്ടു കഴിയുമ്പോൾ കാര്യം അതാണ്, എല്ലാം മറന്നു പോകും. പറയേണ്ട കാര്യങ്ങളും അപ്ഡേറ്റ്സ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ ചിന്തിക്കായിരുന്നു എന്താണ് എന്തിനാണ് ഇപ്പോ ആ ഒരു മാർഗം സ്വീകരിക്കുന്നത്. കുറെ തലയൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ടാണല്ലോ വരുന്നത്. അതിനകത്ത് ഒരു അതിനകത്ത് ഒരു തലയുണ്ട്. ആ കാല് വെച്ചേക്കുന്ന തല അത് തന്നെയായിരിക്കും. അടുത്തത് പ്രിൻസ് ആൻഡ് ഫാമിലി. സിനിമയുടെ റിലീസ് ഡേറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏപ്രിൽ 25-നായിരുന്നു റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ നിന്ന് മെയ് 9-ലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയേട്ടൻ വരുമ്പോ ചെറിയേട്ടൻ മാറി കൊടുക്കണം. പിന്നെന്താ, ഏപ്രിൽ 25-ന് ഒരു മുതല് വരുന്നുണ്ട്. അപ്പോ തുടരുമെന്ന് പ്രഖ്യാപിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി മാറ്റി വെക്കുന്നു 9-ന്, അതായത് മെയ് 9-ന്. ബിൻഡോ സ്റ്റീഫൻ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസനും ദിലീപും ആണ് കേട്ടോ പ്രധാന വേഷത്തിലെത്തുന്നത്. ഓക്കെ. അടുത്ത കിഴി വാഴാറ്റു. കിട്ടുന്നതൊക്കെ എന്തെന്ത് കറക്റ്റ് സാധനങ്ങൾ. വാഴാറ്റു ഇത് പോസ്റ്റ് ചെയ്താ പോലെ. അല്ല, ഇത് 2 ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. എല്ലാം 2 ആണല്ലോ. ഒരാളെ മാത്രമായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. എല്ലാം 2 പേർക്കും ഉണ്ട്. വാഴ 2 സിനിമയുടെ പൂജ നടക്കാൻ പോവാണ്. ഏപ്രിൽ 8-നാണ് ഇതിന്റെ പൂജ നടക്കുന്നത് 8 മണിക്ക്. അതായത് നാളെയാണ് കേട്ടോ എല്ലാം. അതെ, ഈ ഒഡേല 2 നാളെയാണ്. ഓക്കെ. സവിൻ SA ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. വിപിൻ ദാസ് ആണ് സ്ക്രിപ്റ്റ്. ഓക്കെ. അടുത്തത് ഇന്ത്യൻ 3. നീ അവിടെ ഊളയും വാഴയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ത്യൻ 3-ന്റെ ഷൂട്ട് ഉടനെ തന്നെ തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. വർക്കൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഇഷ്യൂ ആണെന്നാ പറയുന്നത് ഇപ്പോഴും. ഒരു സോങ് ഒഴിവാക്കി അപ്പൊ തന്നെ ക്ലിയർ ആയി ബഡ്ജറ്റ് ഇഷ്യൂ. ഒറ്റ സോങ് മാറ്റിയുള്ളൂ. എല്ലാ സോങ് എടുത്ത് മാറ്റി കഴിഞ്ഞാല് വെറും 10 കോടിന്റെ ഉള്ളിൽ സിനിമ സത്യമായിട്ടും ഡയറക്റ്റ് ചെയ്യുന്ന 10 കോടിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് ശങ്കർ ഫാൻസിന്റെ ആണ് കയ്യിൽ നിന്നാണ് നമുക്കല്ലേ. അല്ലു അർജുൻ അറ്റ്ലി മൂവി സൺ പിക്ചേഴ്സ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. കൺഫേം ആക്കിയിട്ടുണ്ട്. അതങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് 8-ാം തീയതി വരും എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ എല്ലാം എനിക്കെന്താ എല്ലാം 8-ന്റെ പണിയാണോ? 8-ൽ പൊട്ടൻ അങ്ങനെയാണോ? അങ്ങനെയുണ്ടോ? 8-ന്റെ പണി. ഓക്കെ. എന്തായാലും 8-ാം തീയതി വരും എന്നുള്ളത് പറയാൻ കാരണം അല്ലു അർജുന്റെ ബർത്ത്ഡേ. എന്തായാലും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഗ്നം ഓപ്പസ്. എന്താണെങ്കിലും ഇപ്പൊ തന്നെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇൻ അഡ്വാൻസ് കേട്ടോ. ചിലപ്പോൾ നാളെ മറന്നുപോയാലോ. ഞാൻ എങ്ങനെയാ ഇപ്പോൾ എല്ലാം അഡ്വാൻസ് ആയിട്ടാണ് ഞാൻ കൊടുക്കും.
ഇതൊന്നും പറയാത്ത മൂളിക്കോട്ടിരിക്കുക. ഞാൻ പറയാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാതെ അതിന്റെ ഇടയിൽ കൂടെ അത് കയറ്റി അങ്ങ് അതാ കംപ്ലീറ്റ് ചെയ്തോ. ഞാൻ ഇംഗ്ലീഷ് അടിച്ച് കയറ്റി വിടാനുള്ള പ്ലാനായിരുന്നു. അയ്യോ, അങ്ങനത്തെ ഒരു സാധനം നീ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നോ? ചേട്ടാ ഞാൻ വിട്ടു, അതാ പറഞ്ഞു, ഒന്നുകൂടി കുഴപ്പമില്ല. ഇപ്പൊ മറന്നുപോയത്. മാഗ്നം ഓപ്പസ് മാസ് മീറ്റ്സ് തീർന്നോ? അടുത്ത ക്യൂ വായിച്ചോട്ടെ. ഇതിൽ എഴുതിയിരുന്നല്ലേ ശരിക്കും? വായിച്ചാൽ മതിയായിരുന്നു. എന്തായാലും നീ അത് വായിച്ചോ. അടുത്തത് ഫഫ എസ് ജെ സൂര്യ മൂവി. സിനിമ ഡ്രോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ചിരിച്ചോണ്ട് പറയുന്നത് ഞാൻ ചിരിച്ചോണ്ടല്ലോ. കരഞ്ഞു പറയടാ. എന്താണെങ്കിലും വിപിൻ ദാസ് ആയിരുന്നു സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. മാഗ്നം ഓപ്പസ് വേർ മാസ് മീറ്റ്സ് മാജിക്. ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്. സന്തോഷമായി കഴിഞ്ഞില്ലേ? എന്താണെങ്കിലും ബാദുഷ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്ന ആള് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഡ്രോപ്പ് ആയിട്ടുണ്ടെന്ന്. കാരണം ബഡ്ജറ്റ് ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും ബഡ്ജറ്റ് ഇഷ്യൂ ആണല്ലോ ഇപ്പൊ. ഒരു പാട്ട് അത് പാട്ടില് പിടിക്കാതിൽ പറ്റും. ഒരു സോങ്ങിന് പിടിക്കാൻ പറ്റുമോ? അതിന് ശങ്കർ തന്നെ അത് 100 കോടിക്കൊരു സോങ് അത് മൂപ്പര് തന്നെ വേണം. എന്നിട്ടോ ഒരു സെറ്റ് ഇട്ടിട്ട് അതിനുള്ളിലാണ് ഈ ഡാൻസും പാട്ടൊക്കെ വരിക. ശരിക്കും ഒരു സ്ക്രീൻ വലിച്ചു സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, അടുത്ത കിഴി വാടിവാസൽ. സൂര്യനായകനാവുന്ന സിനിമയാണ്. വെട്രിമാരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്, ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. 25 മിനിറ്റോളം ഇതിൻ്റെ സ്ക്രിപ്റ്റ് നാരേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസർക്ക്. പ്രൊഡ്യൂസർ പറഞ്ഞത് ഗംഭീര സ്ക്രിപ്റ്റ് ആണെന്നാണ്. ഈ 25 മിനിറ്റ് മതി പ്രേക്ഷകർ അങ്ങനെ കിട്ടുങ്ങാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സോങ് റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ട്. റെക്കോർഡിങ് കഴിഞ്ഞു. എന്താണെങ്കിലും ഷൂട്ട് തുടങ്ങുന്നത് ജൂലൈയിൽ തുടങ്ങും. പ്രൊഡ്യൂസർ പറഞ്ഞതാട്ടോ. ഇതൊക്കെ പ്രൊഡ്യൂസർ പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞല്ല കേട്ടോ. അടുത്തത് റെട്രോ സിനിമയുടെ ഓഡിയോ ലോഞ്ച് വരുന്നു. ഏപ്രിൽ 18 അല്ലെങ്കിൽ 19. എന്തൊക്കെയോ വലിയ ദിവസങ്ങളാണ് അന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. നമുക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും അന്നാണ് വരുന്നതെന്നാണ് കേൾക്കുന്നത്. അതൊരു വലിയ ദിവസമായി. നേരത്തെ പറഞ്ഞു പോയില്ലേ എന്താടാ എന്താ ഉപേക്ഷിച്ചതിനെ കുറിച്ച്. ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ മാറ്റി വെച്ചാൽ നമ്മൾ സങ്കടമാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും സന്തോഷമുള്ള ന്യൂസുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സങ്കടകരമായിട്ടുള്ള ന്യൂസും ഉണ്ട്. ആദ്യം പറയണം, സങ്കടം വേണോ സന്തോഷം വേണോ? നമുക്ക് സങ്കടം വന്നാലും നമ്മൾ ചിരിക്കും, സന്തോഷം വന്നാലും ചിരിക്കും. പിന്നെ കുഴപ്പമില്ല, ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. മറ്റുള്ളവരുടെ വിഷമം, മറ്റുള്ളവരുടെ മെന്റാലിറ്റി എന്താന്ന് മനസ്സിലാക്കിയിട്ട് വേണം പറയാം. അവരുടെ കാര്യത്തിൽ എങ്ങനെ അത് ഒരിക്കലും അവരെ ഞാൻ സങ്കടപ്പെടുത്തൂല, സന്തോഷമുള്ള കൊടുത്തു. സന്തോഷമുള്ളത് പറയാം. ജിത്തു മാധവനും ഫഫയും ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കാൻ പോകുന്നു. അടുത്തതായി ജിത്തു മാധവൻ ചെയ്യാൻ പോകുന്ന സിനിമ ഫഹദ് ഫാസിൽ നായകനാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വിഷമം മനസ്സിൽ നിന്ന് വരും, പുറത്തു വന്നില്ലേ. അതായത് ജിത്തു മാധവനും ലാലേട്ടനും തമ്മിൽ ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ ഉണ്ടാവില്ല, ഈ സിനിമക്ക് ശേഷമായിരിക്കും. അത് കുറച്ച് ലൈറ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ ആവേശം 2 അല്ല കേട്ടോ. അതും പ്രതീക്ഷിച്ചിട്ട് ആരും ഇരിക്കേണ്ട. ആവേശം 2 അല്ല എന്നുള്ളത് അവർ പറയുന്നു. അല്ല, പുതിയത് വരട്ടെ. അല്ല, പിന്നെ പരിപാടി വരട്ടെ. അത് പിന്നെ ചെയ്യാലോ. അടുത്തത് ജനനായകൻ സിനിമയുടെ വിജയിന്റെ പോർഷൻസ് ഈ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഏപ്രിൽ മാസത്തോടെ, മെയ് പകുതിയോടെ സിനിമ ഫുൾ കംപ്ലീറ്റ് ആവും. സിനിമ റിലീസിനെത്തുന്നത് ജനുവരി 9, 2026. ഓക്കെ. പിന്നെ അത് പൊളിച്ചില്ല, പിന്നെ ഏത് പൊളിക്കും. ഞാൻ എൻ്റെ അനിയൻ കട്ട വിജയ് ഫാൻ. ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ സോങ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അപ്പൊ അതില് അറബിക്കത്ത് സോങ് എന്ന്. എന്തൊരു മനുഷ്യനല്ലേ വിജയ്, സത്യം. ഞാൻ കണ്ടിട്ടേ ഇങ്ങേർക്ക് വല്ല ആവശ്യം. അപ്പൊ ഞാൻ നിർത്തിപ്പോയി അപ്പൊ ഞാൻ പിന്നെ നിർത്തി. അപ്പൊ എൻ്റെ അനിയൻ ചോദിച്ചേ, ഈ പോലീസല്ലായിരുന്നോ ഈ പോയാണ്ട് ഇപ്പൊ അതൊക്കെ നിർത്തിയിട്ട് യൂട്യൂബ് തുടങ്ങി. അതുപോലെ തന്നെ അതുള്ളൂ. അപ്പൊ പിന്നെ എനിക്കൊന്നും ഓരോരുത്തർക്ക് ഓരോ ഗോൾസ് ഇവരതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണല്ലേ. അതാണ് അതിന്റെ സത്യം. അല്ല, പറഞ്ഞതിൽ സത്യമുണ്ട്. അല്ല, സത്യം. ആളുടെ ആഗ്രഹപ്രകാരം അത് ചെയ്യാൻ ആൾ ആഗ്രഹിക്കുന്നു. അപ്പൊ പിന്നെ അതിന്റെ വഴിക്ക് പോട്ടെ. വിജയന്റെ മനസ്സ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. മറ്റുള്ളവരെന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുന്ന ആളായിരുന്നു.
അതെ. കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്ന വിജയ് സിനിമയിൽ തന്നെ നിൽക്കണം എന്നുകൂടിയായിരുന്നു. ശരിക്കും സിനിമ അല്ലെങ്കിലേ മനുഷ്യര് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമുണ്ട്, അതിലേക്ക് ഇറങ്ങിച്ചില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടാവും. അതൊക്കെ അതിപ്പോ സിനിമയിലൂടെയും ചെയ്യാലോ. സിനിമയിൽ നിന്നുകൊണ്ട് സിനിമയിലൂടെ ആഘാതത്തിനെതിരാണ്, അതാണ് പ്രശ്നം. പക്ഷെ ഒന്നുമില്ല, നോക്കാം. അങ്ങനെ സീനുണ്ടല്ലോ, ഇനി അത് കണ്ടുപിടിക്കണോ? CID മൂസ അതിലല്ലേ കൊള്ളാം. ഓക്കെ, അടുത്ത കിഴി പോന്നോട്ടെ. ഏതൊരു കുഞ്ഞു കാര്യന്ന് കൊച്ചാനെ. ഓക്കെ. ഓ മോനെ, എൻ്റെ മോനെ, എന്താ മോനെ, ലാലേട്ടൻ അമൽ നീരത് മൂവി. ആൾറെഡി പറഞ്ഞ ഒരു സംഭവമാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു കൂടുതൽ ഉറപ്പിക്കുന്ന ചില ന്യൂസുകൾ വരുന്നു. അതായത് ലാലേട്ടനും അമൽ നീരതും ഫഹദ് ഫാസിലും ഒരുമിക്കുന്ന സിനിമ വരാൻ. ഇന്ന് ഫഫേന്റെ ദിവസമാണല്ലോ കിഴി. എത്ര ഫഫയാണ് ഇന്ന്. എന്താണെങ്കിലും ഫഫ അങ്ങ് കൊണ്ടോട്ടെ ഇന്നത്തെ. എന്തായാലും ഇതിൻ്റെ അനൗൺസ്മെന്റ് ഉടനടി ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ കണ്ടു. അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അമൽ നീരതും ലാലേട്ടനും തമ്മിൽ ഒരു സിനിമ ഉണ്ട് എന്നുള്ളത് ഏതാണ്ടൊക്കെ ശരിയായി തുടങ്ങിയിരിക്കുന്നു. വരുമായിരിക്കും അല്ലേ? എനിക്ക് പേടിയുണ്ട്. എന്താ പേടിന്നല്ലേ ചോദിക്ക്. ഞാൻ അതിനിട്ടതല്ലേ. ആണോ? എന്ത് പേടിയാണല്ലേ? ഒന്നുകൂടി സീരിയസ് ആയിട്ട് ചോദിക്കും. എന്താ പേടി? പേടിയോ? അമൽ നീരത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കുന്ന ഇല്ലേ, ആ രീതിയിൽ എടുക്കാതെ വലിയ പരിപാടി പിടിക്കണം. ആ രീതി തന്നെ അറിയും. ഒന്ന് ഫഫേന്റെ വീട്, ഇപ്പുറത്ത് ലാലേട്ടന്റെ വീട്. ചുമ്മാ പറയുന്ന കേട്ടോ, തകർക്കട്ടെ. അല്ല, ആളിങ്ങനെയൊന്നും ആയിരുന്നില്ലേ. ഇതാണ് എക്സ്പീരിയൻസ് കൂടിയാലും ചില ആളുകൾക്ക് പ്രശ്നമാണ്. അടുത്തത് അർജുൻ സൺ ഓഫ് വൈജയന്തി. നന്ദമൂരി കല്യാൺ റാം. നന്ദമൂരി കല്യാൺ റാം നായകനാവുന്ന സിനിമയാണ്. വൈജയന്തി ആയിട്ട് എത്തുന്നത് നമ്മുടെ വിജയശാന്തി. ആക്ഷൻ ക്യൂൻ. യെസ്. ഒരു കാലത്ത് തക്ഷശീലയൊക്കെ അല്ലേ? തക്ഷശീല. അതെ 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 അത് തന്നെയാന്ന് തോന്നുന്നു. കുറേ സിനിമകള് ശരിക്കും മലയാളത്തിൽ സുരേഷ് ഗോപി ആക്ഷൻ ഹീറോയും അപ്പുറത്ത് സുരേഷ് ഗോപിക്ക് കൂടെ ആക്ഷൻ ക്യൂനായിട്ട് കൊണ്ടുവന്ന ആളായിരുന്നു. എന്താണെങ്കിലും ആളുടെ അടുത്ത സിനിമയാണ്. സിനിമേന്റെ റിലീസ് ഡേറ്റ് April 18. ഓക്കെ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങൾ ചുണ്ടും കൂട്ടി ഒരു കടി അടിച്ചടാ പാട്ടി. അത് ഞാനല്ലല്ലോ അവിടെ കയറി കടിച്ചത്, നീ തന്നെയല്ലേ സ്വന്തമായിട്ട്. നിന്റെ പല്ല്, നിന്റെ ചുണ്ട് നീ എന്നെ കടിച്ചു, എന്നിട്ട് നിന്നെ പട്ടിന്ന്. ഇറച്ചിക്കൊതിയൊന്നല്ല, ഇത് വേറെന്തോ കൊതിയാ. പോട്ടെ, കൂടുതൽ നിൽക്കണ്ട. അല്ല, ആരും ചിരിക്കൊന്നും വേണ്ട. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡയലോഗായി പോവല്ലോ. തുടങ്ങിയില്ലേ, നീ തീർക്ക്. സ്വന്തം ആണുങ്ങളോടാണ്. സ്വന്തം അവയവത്തിനെ ചെയ്യുന്നവരല്ലടാ നിങ്ങൾ. ബൈ. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞില്ലേ, നിർത്തണേ. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. സിനിമയിൽ നിന്ന് മാറി സഞ്ചരിച്ചപ്പോ മറ്റേ ഡോക്ടറോട് ചോദിക്കൂന്ന് പറഞ്ഞ പരിപാടിയിൽ എത്തിയ പോലെ ആയി പോയല്ലോ. ഞാൻ പറഞ്ഞത് വ്യക്തമായിരുന്നോ? അവർക്ക് വ്യക്തമുണ്ടാവോ? അതായത് സ്വന്തം എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് മനസ്സിലായില്ലെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? നിനക്ക് മനസ്സിലാക്കി തരും അതിലെ. അതെ, ഉറപ്പായിട്ടും. അയ്യോ സോറി.